ആകാശവാണി കണ്ണൂർ. അങ്കണം. ഇന്നത്തെ അങ്കണം പരിപാടിയിൽ ആദ്യം ദാമോദരൻ കാഞ്ഞങ്ങാട് അവതരിപ്പിക്കുന്ന ചെറുകഥയാണ് പൂച്ച. കനത്ത മഴയും ജാലകപ്പഴുതിലൂടെ വീശിയടിച്ച തണുത്ത കാറ്റും സൃഷ്ടിച്ച സുഖകരമായൊരു ആലസ്യം കാരണമാവണം ഭാസ്കരൻ അന്ന് ഉറക്കമുണരാൻ വൈകിപ്പോയത്. പകൽ പെറ്റുവീണ വെള്ളി വെളിച്ചത്തിലേക്ക് അയാൾ അന്ധാളിപ്പോടെ നോക്കി. പിന്നെ കിടക്കയിൽ നിന്നും ചാടിയണീറ്റ് അസഹിഷ്ണുതയോടെ ഭാര്യയെ നോക്കി മുരണ്ടു. രജനി, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിരുന്നതല്ലേ രാവിലെ 5 മണിക്ക് തന്നെ വിളിക്കണമെന്ന്? ഇന്ന് ഓഫീസിലേക്ക് നേരത്തെ പോവാനുണ്ടെന്ന് പറഞ്ഞിരുന്നതല്ലേ? കാണാതായ ഫയൽ ഇനിയും കിട്ടിയിട്ടില്ല. ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് അത് കിട്ടിയില്ലെങ്കിലുള്ള അവസ്ഥ എന്താവും? ടീപ്പോയിൽ വച്ച ചായയിലോ വരാന്തയിലേക്ക് അലക്ഷ്യമായി വലിച്ചെറിയപ്പെട്ട പ്രഭാത ദിനപത്രത്തിലോ അയാൾക്ക് താൽപ്പര്യം തോന്നിയില്ല. വൈബ്രേഷനിൽ ടീപ്പോയിൽ വെച്ചിരുന്ന ഫോൺ വെളിച്ചപ്പാടിനെ പോലെ വിറച്ചത് അയാളുടെ അങ്കലാപ്പ് കൂട്ടി. ജൂനിയർ സൂപ്രണ്ടാണ്. എന്തായി ഭാസ്കര, ഫയൽ കിട്ടിയോ? ഇന്ന് ഉച്ചയ്ക്ക് ഫയൽ കലക്ടർക്ക് കൊടുക്കാനുള്ളതാണ്. ഇല്ല സാർ, രാവിലെ തന്നെ പരിധിയെടുത്തോളാം. പരിധിയെടുത്താൽ നിങ്ങൾക്ക് കൊള്ളാം. അങ്ങേ തലയ്ക്കൽ ശബ്ദം ഭീഷണസ്വരത്തിൽ മുറിഞ്ഞു. സൂപ്രണ്ടിൻ്റെ പൊള്ളുന്ന വാക്കുകൾ ഉൽക്കാശകലങ്ങളെപ്പോലെ അയാളുടെ നെഞ്ചിൽ തീക്കോരിയിട്ടു. ഓഫീസിൽ 100 കൂട്ടം ജോലിയുള്ളതാണ്. അതിനിടയിൽ ഫയൽ എങ്ങനെ തിരയും? ചായ കുടിച്ചെന്ന് വരുത്തി ഫോണിൽ തീവണ്ടി സമയം തിരഞ്ഞു. വണ്ടി വരാൻ ഇനിയും 20 മിനിറ്റേ ബാക്കിയുള്ളൂ. ജോലിയെ കിട്ടിയിരുന്നില്ലെങ്കിൽ എന്ന് ഇപ്പോൾ തോന്നിപ്പോകുന്നു. ബാഗുമെടുത്ത് വേഗത്തിൽ പുറത്തിറങ്ങാൻ നേരത്താണ് രജനി പുറകിൽ നിന്നും വിളിച്ചത്. ദേ, കട്ടിലിനടിയിൽ നമ്മുടെ പൂച്ച ചത്തുകിടക്കുന്നു. അതിനെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളയണ്ടേ? ദേഷ്യം കൊണ്ട് തല പൊട്ടിത്തെറിക്കുന്നത് പോലെ അയാൾക്ക് തോന്നി. അന്നേ ഞാൻ പറഞ്ഞതല്ലേ പൂച്ചയെ പോറ്റണ്ടെന്ന്. അന്ന് ആരും അത് കേട്ടില്ലല്ലോ. ദേഷ്യം കൊണ്ടയാൾ പല്ലുകൾ ഇറുമ്മി. ഇനി ഈ ഫ്ലാറ്റിൽ ഞാനതിനെ എന്തു ചെയ്യാൻ? നീ ഇവിടെ വെറുതെ ഇരിക്കുന്നതല്ലേ, കൊണ്ടുപോയി എവിടെയെങ്കിലും കളഞ്ഞുകൂടെ? ഞാനെവിടെ കളയാൻ? അവരുടെ വാക്കുകൾ അയാളുടെ സർവ്വ നിയന്ത്രണങ്ങളും തെറ്റിച്ചു. പൊട്ടാറായ ഒരു അഗ്നിപർവ്വതം പോലെ അയാൾ നിന്ന് കിതച്ചു. തിരികെ വന്ന് കട്ടിലിനടിയിലേക്ക് നോക്കി. അവിടെ കണ്ണുകൾ തുറിച്ച് ഛർദ്ദിച്ച് ചുവരിനോട് ചേർന്ന് ചത്തുകിടക്കുന്ന പൂച്ചയെ അയാൾ വടി കൊണ്ട് കോരിയെടുക്കാൻ വൃഥാശ്രമം നടത്തി. ഒടുവിൽ കട്ടിലിനടിയിലേക്ക് നൂഴ്ന്ന് പൂച്ചയുടെ വാലിൽ പിടിച്ച് പതിയെ വലിച്ചു. ഈച്ചകൾ പൂച്ചയുടെ മരണം ആഘോഷമാക്കാൻ തുടങ്ങിയിരുന്നു. തണുത്ത് മരവിച്ച പൂച്ചയെ അയാൾ വെറുപ്പോടെ നോക്കി നിന്നു. ആമാശയത്തിൽ തിരയിളക്കങ്ങളുണ്ട്. കഴിച്ച 2 ദോശയും പുറത്തേക്ക് വരാനുള്ള വെമ്പലിലാണ്. ക്ലോക്കിലേക്ക് നോക്കി. സമയം 8:55 ഇനി വണ്ടി കിട്ടുമോ? നിന്നോട് എത്ര വട്ടം പറഞ്ഞതാണ് പൂച്ചയെ വളർത്തരുതെന്ന്? നാശം! അയാൾ ഭാര്യയുടെ നേരെ നോക്കി ആക്രോശിച്ചുകൊണ്ട് ചാരി വെച്ചിരുന്ന ഗ്രില്ലിൻ്റെ വാതിൽ ആഞ്ഞടച്ചു. ഭീകര ശബ്ദത്തോടെ ഗ്രിൽ വിറച്ചു. തലച്ചോറിൽ അങ്ങിങ്ങായി 1000 കതിനകൾ ഒന്നിച്ചു പൊട്ടിയതുപോലെ. വികാര വിക്ഷോഭത്തിൽ അയാൾ നിന്ന് വിറച്ചു. തന്നെ നോക്കി കരയുന്ന കുട്ടിയെ അയാൾ ശ്രദ്ധിച്ചതേയില്ല. തറയിൽ വെച്ചിരുന്ന ബാഗ് ചവിട്ടിത്തെറിപ്പിച്ചു. വറ്റുകൾ കല്ലകളെപ്പോലെ തറയിൽ ചിതറിത്തെറിച്ചു. പത്രമെടുത്ത് പൂച്ചയെ ഭംഗിയായി പൊതിഞ്ഞ് പ്ലാസ്റ്റിക് ബാഗിലാക്കി സ്കൂട്ടിയിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് കുതിച്ചു. പോകുന്ന വഴിക്ക് ആളൊഴിഞ്ഞ എവിടെയെങ്കിലും പൂച്ചയെ കളയാമല്ലോ. വണ്ടി പോയി കാണുമോ? കാണാതായ ഫയൽ ഇന്ന് കിട്ടിയില്ലെങ്കിൽ കനലിൽ നീറുന്നതുപോലെ അയാൾ വിയർത്തു. അമിത വേഗതയിൽ റോഡിലെ കുഴിയിൽ വീണ് വണ്ടി മറിയേണ്ടതായിരുന്നു. ഭാഗ്യം, ഒന്നും സംഭവിക്കാത്തത്. വഴിവക്കിലെ ക്യാമറ കണ്ണുകൾ തന്നെ തുറിച്ചു നോക്കുന്നതായി അയാൾക്ക് തോന്നി. പൂച്ചയെ എവിടെ കളയും? വലിച്ചെറിയുന്നത് ആരെങ്കിലും കണ്ടാൽ പിഴ എന്താവും? കളയാതിരുന്നാലുള്ള ഭവിഷ്യത്ത് എന്താവും? റെയിൽവേ സ്റ്റേഷൻ റോഡിൽ പ്രവേശിച്ചപ്പോൾ തനിക്ക് പോവേണ്ട വണ്ടി പോകുന്നതാണ് അയാൾ കണ്ടത്. ഇനി എന്തു ചെയ്യും? ഓഫീസിലെത്താൻ വൈകില്ലേ? ഉച്ചയ്ക്ക് മുൻപേ ഫയൽ കണ്ടെത്തിയില്ലെങ്കിൽ പിന്നത്തെ അവസ്ഥ എന്താവും? ഏതായാലും സ്കൂട്ടിയിൽ ഓഫീസിലേക്ക് പോവുക തന്നെ.
കുഴികൾ നിറഞ്ഞ റോഡിൽ ഒരഭ്യാസിയുടെ മെയ്വഴക്കത്തോടെ അയാൾ വണ്ടി ഓടിച്ചു. മരണം പതിയിരിക്കുന്ന റോഡിലെ ഗർത്തങ്ങളിൽ വണ്ടിയുടെ ചില്ലുകൾ തകർന്ന് കിടക്കുന്നത് കാണാം. റോഡിൽ അങ്ങിങ്ങായി കാട്ടുകൊന്നപ്പൂക്കൾ ഞെട്ടറ്റ് വീണ് കിടക്കുന്നുണ്ട്. മഞ്ചാടി മരച്ചോട്ടിൽ കട ശബ്ദത്തോടെ ബംഗാളി കരിമ്പ് ജ്യൂസ് തയ്യാറാക്കുന്നുണ്ട്. പാലം കഴിഞ്ഞ് കുത്തനെയുള്ള വളവിലേക്ക് തിരിഞ്ഞതും അവിടെ പതിയിരുന്ന പോലീസുകാർ വണ്ടിക്ക് കൈ കാണിച്ചതും ഒന്നിച്ചായിരുന്നു. കൈ കാണിച്ചത് കണ്ടില്ലെന്ന് നടിച്ച് അയാൾ മുന്നോട്ടു പോകാൻ വിഫല ശ്രമം നടത്തിയെങ്കിലും അസാധാരണമായൊരു വിസിൽ ശബ്ദത്തിൽ പകച്ച് വണ്ടി ആൽമരത്തിൻ്റെ ഓരം ചേർത്ത് നിർത്തി. പോലീസുകാരൻ അടുത്തേക്ക് വന്നു. കൈ കാണിച്ചത് കണ്ടില്ലേ എന്ന് ആക്രോശിച്ചെങ്കിലും കഴുത്തിലണിഞ്ഞ തിരിച്ചറിയൽ കാർഡ് കണ്ടിട്ടാവണം ഒന്ന് തണുത്തത്. ലൈസൻസ് എവിടെ? ചോരക്കണ്ണുള്ള പോലീസുകാരൻ്റെ മുഖത്ത് അനിഷ്ടം പ്രകടമായിരുന്നു. പരിശോധന കഴിഞ്ഞ് ലൈസൻസ് തിരികെ നൽകുമ്പോൾ വണ്ടിയുടെ കൊളുത്തിൽ തൂക്കിയിട്ട കവറിൽ ലാത്തികൊണ്ട് തട്ടിക്കൊണ്ട് പോലീസുകാരൻ ചോദിച്ചു, എന്താണിത്? അത് ഉച്ചഭക്ഷണമാണ് സാറേ, അയാൾ ഒരുവിധം പറഞ്ഞൊപ്പിച്ചു. അയാളുടെ പരിങ്ങൽ കണ്ടെന്നോണം പോലീസുകാരൻ അടുത്തുണ്ടായിരുന്ന SIയോട് എന്തൊക്കെയോ പറഞ്ഞു. SI അടുത്തേക്ക് വന്നു. ബസ്സിൽ നിന്ന് ആരോ ഒരാൾ മുറുക്കി തുപ്പിയത് അയാളുടെ വെളുത്ത ഷർട്ടിൽ രക്തപുഷ്പങ്ങൾ തീർത്തു. SI അടുത്തേക്ക് വരുംതോറും അയാളുടെ അങ്കലാപ്പ് കൂടിക്കൂടി വന്നു. ലാത്തി കൊണ്ട് കവറിൽ കുത്തിക്കൊണ്ട് SI ചോദിച്ചു, എന്താ കവറിൽ? സാർ, അത് ഉച്ചഭക്ഷണമാണ്. പരിങ്ങലോടെ അയാൾ മറുപടി പറഞ്ഞു. അയാളുടെ പരിങ്ങലും അസാധാരണവും അതിവേഗം ഉത്ഗമിച്ചതുമായ വിയർപ്പുറവകൾ കണ്ടെന്നോണം SI പറഞ്ഞു. പൊതിയഴിക്ക്, കറികൾ എന്തൊക്കെയാണെന്ന് ഞാനൊന്ന് കാണട്ടെ. വിറയ്ക്കുന്ന കൈകളോടെ അയാൾ പൊതി തുറക്കാൻ തുടങ്ങി. അമിതമായ ഉത്കണ്ഠയിൽ ഹൃദയം വാരിയെള്ളുകൾ തകർക്കാനുള്ള പുറപ്പാടാണെന്ന് തോന്നും. കീശയിൽ ഫോൺ വിറകൊള്ളുന്നുണ്ട്. സമയം വൈകിയതിനാൽ സൂപ്രണ്ടായിരിക്കണം വിളിക്കുന്നത്. കവർ തുറന്ന് ന്യൂസ് പേപ്പർ കൊണ്ട് പൊതിഞ്ഞ പാക്കറ്റ് അഴിച്ചു. കളിപ്പാട്ടം കിട്ടിയ കുട്ടിയെപ്പോലെ SIയുടെ കണ്ണുകൾ തിളങ്ങി. ചത്ത് മരവിച്ച പൂച്ചയെ നോക്കി SI മുരണ്ടു. എന്തോന്നാടോ ഇത്? ഇതാണോ ഉച്ചഭക്ഷണം? പൂച്ചയെ എവിടെ കളയാൻ കൊണ്ടുപോകുന്നു? മറുപടി പറയാതെ അയാൾ തലകുനിച്ചു നിന്നു. പോലീസുകാർ ചുറ്റിലും നിന്ന് പൂച്ചയുടെ ചിത്രമെടുക്കുന്ന തിരക്കിലായിരുന്നു. ചുറ്റിലും പരിഹാസ ശരങ്ങളേറ്റ് മുഖം മുറിയുന്നത് അയാൾ അറിയുന്നുണ്ടായിരുന്നു. ആൾക്കൂട്ടത്തിന് നടുവിൽ ഒരു കുറ്റവാളിയെപ്പോലെ അയാൾ തലകുനിച്ചു നിന്നു. ചോദിച്ചത് കേട്ടില്ലേ? പൂച്ചയെ എവിടെ കളയാൻ കൊണ്ടുപോകുന്നു? സാർ, അത് ഫ്ളാറ്റിൽ സ്ഥലമില്ലാത്തതിനാൽ. വാക്കുകൾ മുറിച്ചുകൊണ്ട് SIയുടെ ശബ്ദമുയർന്നു. അത് ശരി, കണ്ടവൻ്റെ പറമ്പിൽ കളയാനാണോ പൂച്ചയെ വളർത്തുന്നത്? കഷ്ടം. പൂച്ചയെ പറമ്പിൽ കുഴിച്ചിട്ടിട്ട് ഓഫീസിൽ പോയാൽ മതി. SIയുടെ ശബ്ദം പരുഷമായിരുന്നു. അയാൾ വണ്ടി തിരിച്ചു. പിന്നെ ഇടവഴിയിലൂടെ ഓഫീസിലേക്ക് പുറപ്പെട്ടു. റോഡിൽ ഒരു കണ്ടെയ്നർ കുടുങ്ങിക്കിടക്കുന്നതിനാലാവണം കനത്ത ബ്ലോക്കുണ്ട്. കീശയിൽ ഫോൺ കിടന്ന് പുളയ്ക്കുന്നുണ്ട്. ഫോൺ നോക്കാനേ ഭയമായിരുന്നു. കാണാതായ ഫയലിനെക്കുറിച്ച് സൂപ്രണ്ടിൻ്റെ ഓർമ്മപ്പെടുത്തലാവണം. വെയിൽ വർദ്ധിത വീര്യത്തോടെ പുറം പൊള്ളിക്കുന്നുണ്ട്. വണ്ടികൾക്കിടയിലൂടെ തെരുവിളികൾ കേട്ട് റോഡിലെ കുഴികളിൽ ചാടി ഒടുക്കം ഓഫീസിലെത്തുമ്പോൾ സമയം നന്നേ വൈകിയിരുന്നു. പൂച്ചയുടെ മരവിച്ച ശവം വണ്ടിയുടെ കൊളുത്തിൽ തൂക്കി ഓഫീസിലേക്ക് ഓടുകയായിരുന്നു. സൂപ്രണ്ടിൻ്റെ മുന്നിൽ തലകുനിച്ചു നിന്നു. എത്ര സമയമായടോ വിളിക്കുന്നു? കാണാതായ ഫയൽ കിട്ടിയോ? സൂപ്രണ്ടിൻ്റെ വാക്കുകൾ തീയുണ്ടകൾ പോലെ അയാളുടെ നെഞ്ചകം തകർത്തു. ഒന്നും മിണ്ടാതെ നിന്നു. പ്യൂൺ രാഘവേട്ടൻ്റെ ചുണ്ടിൽ ചെറുതായൊരു ചിരി വിടരുന്നുണ്ട്. നാവിറങ്ങിപ്പോയോ? ചോദിച്ചത് കേട്ടില്ലേ? സൂപ്രണ്ട് കാറ്റുപിടിച്ച തെങ്ങ് പോലെ വിറച്ചു. വേഗം ഫയൽ പരതിയെടുക്കൂ. ഹാഫ് ലീവ് മാർക്ക് ചെയ്തിട്ടുണ്ട്. കലക്ടർ ഇപ്പോൾ വിളിച്ചതേയുള്ളൂ. ഉച്ചയ്ക്ക് കലക്ടറുടെ ചേംബറിൽ മീറ്റിംഗ് ഉള്ളതാണ്. ഭീഷണ സ്വരത്തിൽ സൂപ്രണ്ട് പറഞ്ഞു. വിറയ്ക്കുന്ന കാലുകളോടെ സീറ്റിലെത്തി. ഫയൽ ഭദ്രമായി അലമാരയിൽ വെച്ചതാണല്ലോ. പിന്നെ അതെവിടെ പോയി കാണും? ഒരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. ഫയൽ പരതി കിട്ടിയില്ലെങ്കിലുള്ള അവസ്ഥ എന്താകും? ഭയം കാരണം അയാൾ അടിമുടിയൊന്നുലഞ്ഞു. മൂർധാവിൽ ഉറവിട്ട വിയർപ്പ് പുഴ കൃതാവിലൂടെ ഒലിച്ചിറങ്ങുന്നത് കൈകൾ കൊണ്ട് തുടച്ച് അലമാരയിലെ ഫയലുകൾ വാരി പുറത്തേക്കിട്ടു. കലക്ടർ അന്വേഷിച്ച ഫയലെവിടെ? ഇനിയും 1 മണിക്കൂർ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോഴേക്കും ഫയൽ കിട്ടിയില്ലെങ്കിൽ? സൂപ്രണ്ടിൻ്റെ ഭീഷണമായ വാക്കുകൾ നെഞ്ചിൽ കിടന്ന് ഇപ്പോഴും തിളയ്ക്കുന്നുണ്ട്.
ഫയൽ ഇനി ആരെങ്കിലും മാറ്റിവെച്ചതാകുമോ? നിരീശ്വരവാദിയായ അയാൾ സകല ദൈവങ്ങളെയും വിളിച്ചു. മുത്തപ്പന് പൈങ്കുറ്റി നേർന്നു. പാൻക്രിയാസ് അപായ സൂചന നൽകിക്കൊണ്ട് ദേഹം വിറയ്ക്കുന്നുണ്ട്, തൊണ്ട വരളുന്നുണ്ട്. സാറിനെ സൂപ്രണ്ട് വിളിക്കുന്നുണ്ട്. പ്യൂണിൻ്റെ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ അയാളുടെ ഉള്ളിൽ തീ കോരിയിട്ടു. കലക്ടർ വിളിച്ചതാവണം. കണ്ണുകളിൽ ഇരുൾ പൊട്ടി വീണു. ഇറങ്ങി ഓടിയാലോ? വരുന്നത് വരട്ടെ. രണ്ടും കൽപ്പിച്ച് സൂപ്രണ്ടിന് മുന്നിലെത്തി. ഫയൽ കിട്ടിയോ? കലക്ടറുടെ ചേംബറിലല്ല മീറ്റിംഗ്. കലക്ടർ ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. സൂപ്രണ്ട് മൊബൈൽ അയാളോട് നേരെ നീട്ടിക്കൊണ്ട് ചോദിച്ചു. താനിപ്പം സെലിബ്രിറ്റി ആണല്ലോടോ. കണ്ടില്ലേ, പൂച്ചയെ കളയാൻ കൊണ്ടുപോകുന്നത് വൈറലല്ലേ? 1 മില്യൺ വ്യൂവേഴ്സാണല്ലോടോ. ഇടിവീണവൻ്റെ തലയിൽ തേങ്ങ വീണ പോലെ അയാൾ സ്തംഭിച്ചു നിന്നു. എന്നിട്ട് പൂച്ചയെ കളഞ്ഞോടോ? ഇല്ലെന്നയാൾ തലയാട്ടി. പോയി കളഞ്ഞിട്ട് വാടോ, വെറുതെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് കളയാനായിട്ട്. ചുറ്റും ചിരികൾ മുഴങ്ങി. അപകർഷതാബോധത്തിൻ്റെ തീച്ചൂളയിൽ അയാൾ വെന്തുരുകി. സാർ, അപ്പോൾ ഫയൽ പരുതേണ്ടേ? ഇറങ്ങിപ്പോടോ, സൂപ്രണ്ട് ഗർജിച്ചു. തല കുനിച്ചിറങ്ങി. ഫയൽ ഇനി എവിടെ പരുതും? പൂച്ചയെ ഇനി എവിടെ കളയും? ഹോണടിച്ചുകൊണ്ട് കലക്ടറുടെ കാർ മുറ്റത്തു വന്നു നിന്നു. ഡെഫേദാറുടെ അകമ്പടിയിൽ കലക്ടർ ഓഫീസിനകത്തേക്ക് കയറി. ഭയന്ന് വിറച്ച സൂപ്രണ്ട് കസേരയിൽ നിന്നും ചാടിയെണീറ്റു. അതീവ ഗൗരവത്തോടെ കലക്ടർ കസേരയിലിരുന്നു. കണിയാൻമല തോടിനപ്പുറത്തെ വയൽ നികത്തിയ ഫയൽ കൊണ്ടുവരൂ, കലക്ടർ സൂപ്രണ്ടിനോടായി പറഞ്ഞു. സൂപ്രണ്ട് ഭാസ്കറിനെ വിളിച്ചു. വിനയാന്വിതനായി അയാൾ കലക്ടർക്ക് മുന്നിൽ നിന്നു. ഫയൽ എവിടെ? കലക്ടർ പരുഷമായ ശബ്ദത്തോടെ അയാളെ നോക്കി. സാർ, ഫയൽ കാണുന്നില്ല. കുറേ പരതിയതാണ്, അയാൾ വിക്കി പറഞ്ഞു. ഫയൽ പിന്നെ താൻ തിന്നോടോ? 2 ദിവസം മുന്നേ ഫയൽ പരുതിയെടുക്കാൻ പറഞ്ഞതല്ലേ? കലക്ടർ സൂപ്രണ്ടിനെ നോക്കി ഒച്ച വെച്ചു. ഇയാളല്ലേ ചത്ത പൂച്ചയെ പൊതുസ്ഥലത്ത് കളയാൻ കൊണ്ടുപോയത്? വെറുതെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് പറയിക്കാൻ. കലക്ടർ അടിമുടി വിറയ്ക്കുകയായിരുന്നു. ചത്ത പൂച്ചയെവിടെയോ? പൊതുസ്ഥലത്ത് ചത്ത പൂച്ചയെ കളയരുതെന്ന് തനിക്ക് അറിയില്ലേ? കലക്ടർ അയാളെ ശാസിച്ചു. വെറുതെ മനുഷ്യനെ നാണം കെടുത്താനായിട്ട്. പോയി പൂച്ചയെ കളഞ്ഞിട്ട് വാടോ, കലക്ടർ ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. സാർ, അപ്പോൾ ഫയൽ? സൂപ്രണ്ട് കലക്ടറെ ഓർമ്മിപ്പിച്ചു. ഫയൽ പരിധിയെടുക്കാൻ 1 ദിവസത്തെ സമയം തരുന്നു. നാളെ ഉച്ചയ്ക്ക് ഫയൽ എൻ്റെ ചേംബറിൽ എത്തണം. ഭാസ്കരൻ വണ്ടിക്കടുത്തേക്ക് നടന്നു. പൂച്ചയെ പൊതിഞ്ഞുവെച്ച പ്ലാസ്റ്റിക് കൂടുമായി അയാൾ പുറത്തേക്ക് നടന്നു. നഗരത്തിലെ ക്യാമറ കണ്ണുകൾ അപ്പോഴും അയാളുടെ ചലനങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. പൂച്ച. ദാമോദരൻ കാഞ്ഞങ്ങാട് അവതരിപ്പിച്ച ചെറുകഥയാണ്